സക്സസ് ആവാന്നുള്ളത് എല്ലാവർക്കും ജീവിതത്തിൽ അത്യാവശ്യമുള്ള ഒരു കാര്യമല്ലേ. ഈ സക്സസ് എന്ന് പറയുന്നത് ഒറ്റ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണോ? അല്ല. പൊതുവെ നമ്മൾ എല്ലാവരും പറയും കരിയറിൽ സക്സസ് ആയി ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക, നല്ല ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ സക്സസ് ആവാന്നുള്ളത്. അല്ലാട്ടോ. സക്സസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് സക്സസ് ആവണം, വിജയം കണ്ടെത്തണം അല്ലെ. ഒരു നല്ലൊരു ഫാമിലി ലൈഫ് വേണം, അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം, നല്ലൊരു കരിയർ വേണം, ബാക്കി ഓരോ കാര്യങ്ങളും ഹെൽത്ത് വേണം. ഇതിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഒരുപോലെ ആവുമ്പോഴാണ് ശരിക്കും നമ്മൾ സക്സസ് ആയി എന്ന് പറയാം അല്ലെ. പൊതുവെ ചില ആൾക്കാർ എല്ലാം കൊണ്ട് സക്സസ് ആണ്, പക്ഷെ നല്ലൊരു ഹെൽത്ത് ഇല്ലെങ്കിൽ ആ വ്യക്തി സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പൊതുവെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഡ്രീം കാണുന്നത് ആ ഡ്രീമിന് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും ഒരു തോന്നലുമാണ് ശരിക്കും പറഞ്ഞ സക്സസ് എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഡ്രീം ഉണ്ട്, ഒരു സ്വപ്നമുണ്ട്, അത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ സക്സസ് ആയി എന്നുള്ളത്. ശരിക്കും അങ്ങനെയാണ് ഒരു ടേം എന്നുള്ളത്. പക്ഷെ ഒരു സമൂഹം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം എന്റെ സ്വപ്നം എന്ന് പറയാൻ വളരെ ചെറിയൊരു കാര്യമായിരിക്കാം, ഒരു പക്ഷെ എന്തെങ്കിലും ഒരു കുഞ്ഞായിട്ടുള്ള നേട്ടം നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ സക്സസ് ആണെന്നുള്ളത്. പക്ഷെ സമൂഹം നമ്മൾ നോക്കി കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ തലത്തിലും ഞാനിപ്പോ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി, അതുപോലെ ഹെൽത്ത് വൈസ്, നമ്മൾ കരിയർ വൈസ് ഒക്കെ, ഫാമിലി വൈസ് ഒക്കെ നമ്മൾ സക്സസ് ആയി കാണുമ്പോഴാണ് അവൻ സക്സസ് ആണ്, അവൻ എല്ലാം നേടിയവനാണെന്ന് സമൂഹം നമ്മൾ നോക്കി പറയുള്ളൂ അല്ലെ. സക്സസ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, എല്ലാവരുടെ ജീവിതത്തിലും വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് നിരാശയുള്ളതായിരിക്കും. നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഡൗൺ ആണെങ്കിൽ നമ്മുടെ ജീവിതം വിജയപ്പെട്ടതല്ല, നമ്മൾ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടിട്ടുള്ള ഒരാളാണ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പൊ സക്സസ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരുടെ ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യമാട്ടോ. അപ്പൊ സക്സസിനെ പറ്റിയിട്ടും സക്സസ് നമ്മൾ എങ്ങനെ കൈവരിക്കുന്നു, അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, അതിൽ കുറച്ച് ഞാൻ എന്റെ ലൈഫിൽ ഫോളോ ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഞാനിപ്പോ ഇതിൽ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോണേ. ഒരിക്കൽ എന്റെ ഹസ്ബൻഡ് പറയണ്ടായിരുന്നു കേട്ടോ, എല്ലാം എന്തെങ്കിലുമൊക്കെ പൈസക്ക് ഉണ്ടാക്കി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പൊ ഒരു വീട്, കാർ, ഇതൊക്കെ നേടിയിട്ട് വേണം ഒന്ന് കാല് നീട്ടിയിരിക്കാന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് എല്ലാം തികഞ്ഞു? ആ സമയത്ത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മുമ്പിലേക്ക് വരൂലേ. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഒരു വഴിക്ക് എത്തിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആഗ്രഹം നമുക്ക് എപ്പോഴാണ് നിലയ്ക്കുന്നത് അപ്പം മാത്രമേ നമുക്ക് ഈ സക്സസ് ഇല്ലായ്മ ഉണ്ടാവുള്ളൂ. നമ്മൾ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മളിപ്പോ സക്സസ് ആയി, സക്സസ് നേടി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇനി വേറൊരു ഡ്രീം. അപ്പം നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈ ആവില്ല, നമ്മുടെ ഉള്ളിൽ സക്സസ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പൊ സക്സസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ജീവിതത്തിൽ ഞാൻ പറയുന്നത് എനിക്കൊരു 1 CR ഉണ്ടാക്കണം, 1 crore ഉണ്ടാക്കണം, അതാണ് എന്റെ എയിം എന്ന് പറഞ്ഞ് ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു. അത് ഞാൻ നേടിക്കഴിയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാല് അതല്ല നേട്ടം അല്ലെ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നു, പിന്നെ നമ്മൾ ലൈഫിൽ ഒന്നുമില്ല. പിന്നീട് നമ്മൾ അടുത്തൊരു പടി വെച്ച് അതിലേക്ക് കയറി ചവിട്ടുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് പിന്നീട് ജേർണി പോണതും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഏം ചെയ്തിട്ടും അതേപോലെ നമ്മൾ ഡ്രീം കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുന്നത്. അപ്പൊ സക്സസിനൊരു എൻഡ് ഇല്ല കേട്ടോ. പലപ്പോഴും പലരും വിചാരിക്കും, ചില ആൾക്കാർ ചിലപ്പോൾ PSC എക്സാം എഴുതി അത് നേടിയെടുക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്റെ ഗോളും, അത് സക്സസ് ആക്കണം എന്നുള്ളത്. ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവും, അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം അനദർ എന്തെങ്കിലും ഒരു കയറ്റം കിട്ടാനുള്ള കാര്യം, അങ്ങനെയൊക്കെ ആളുടെ തോട്ടിലേക്ക് വരൂലേ. അപ്പൊ ആൾ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സക്സസ് എന്ന് പറയുന്നത് ഒരു സമയത്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സക്സസ് എന്ന് പറയുന്നത്. സക്സസിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ മനസ്സിൽ ഏറ്റവും ആദ്യം വേണ്ടുന്നത് എന്താ അറിയോ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴാണോ ജീവിതം നമ്മുടെ നിലയ്ക്കുന്നത് അത് എത്തുന്നിടത്തോളം നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിന് വേണ്ടി. നമ്മൾ ഓരോരോ ഡ്രീംസ് കണ്ടിട്ടും ഓരോരോ ഗോൾസ് കണ്ടിട്ട് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പം ആരും ചിന്തിക്കരുത് ഇന്നൊരു പോയിന്റിൽ എത്തുമ്പോൾ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം, എനിക്കൊന്ന് ഇരിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവന്റെ ആ ചിന്ത തന്നെ തെറ്റാണ്. എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ആ ഒരു തോട്ടിനെ ഞാൻ മാറ്റിയിട്ടുള്ളതും അങ്ങനെയാട്ടോ. ഞാൻ പറയും, എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ ഇരിക്കരുത്. കാരണം അതല്ല ലൈഫ്. നമ്മളെ ലൈഫിന് ഒരു എൻഡ് ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ട്. ആ എൻഡ് എത്തുന്നോളം നമുക്ക് മുമ്പിലേക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, അത് സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുക. അതാണ് ലൈഫിന്റെ ഒരു ഹാരവും കൂടെ. അപ്പൊ നമ്മളൊരു സക്സസ് ആവാൻ വേണ്ടുന്ന ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, കഠിനാധ്വാനം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും അതേപോലെ നല്ല പേഷ്യൻസ്, ക്ഷമ ഉണ്ടാവണം, അതോടൊപ്പം നല്ല ശ്രദ്ധ ഉണ്ടാവണം, കോൺസെൻട്രേഷൻ. ഇത് നല്ലോണം ഉണ്ടാവണം കേട്ടോ. അത് ഏത് കാര്യത്തിലാണെങ്കിലും, ഒരു ലൈഫ് ബേസ് ആണെങ്കിലും, ഒരു ഫിനാൻഷ്യൽ ബേസ് ആണെങ്കിലും, ഒരു കരിയർ ബേസ് ആണെങ്കിലും, ഏതൊരു ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം ഇതാണ്. ഈ ഹാർഡ് വർക്കിംഗ് ഇല്ലാതെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ്
വിജയിക്കാൻ പറ്റുക. പലരും പറയാറുണ്ട് എനിക്ക് ആ ഡ്രീം ഉണ്ട്, ഈ ഡ്രീം ഉണ്ട്, അതിനുവേണ്ടി കുറച്ചൊക്കെ ഒന്ന് പ്രവർത്തിക്കും, കുറച്ചൊക്കെ അതിന് വേണ്ടിയിട്ട് ഒന്ന് പണിയെടുക്കും, പിന്നീട് അത് കിട്ടില്ല. കാരണം തോൽവി വന്നിട്ടാണ് നമുക്ക് വിജയം നേടിയെടുക്കാൻ പറ്റൂ. ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ മാത്രമേ ലക്ക് വരുത്തുള്ളൂ, എല്ലാ സിറ്റുവേഷൻസിലും അത് വരില്ല. നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് ഒരുപാട് അതിനു വേണ്ടി നമ്മൾ ഒരുപാട് സ്മാർട്ടായിട്ട് ചിന്തിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു വിജയം എത്തുക. അത് കഴിഞ്ഞാലും തീർന്നില്ല, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രദ്ധ, നമ്മൾ ലൈഫിൽ അത്രയും ശ്രദ്ധിച്ചു പോകേണ്ട ആൾക്കാരാണ്. നമുക്കൊരു സക്സസ് എന്ന് പറയുന്ന ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ശ്രദ്ധ വേണം, പേഷ്യൻസ്, അതേപോലെ ക്ഷമ എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു വ്യക്തിക്ക് വിജയം കണ്ടെത്തണമെങ്കിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹാർഡ് വർക്ക് വേണം, ക്ഷമ വേണം, ശ്രദ്ധ വേണം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ ലൈഫിൽ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യം. നമ്മൾ സ്വയം മെച്ചപ്പെടുത്താൻ വേണ്ടി തീരുമാനം എടുക്കുക. സ്വയം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ആവുക. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ എപ്പോഴും ഒരു പുതിയതായിട്ടുള്ള സ്കില്ല് പഠിക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് നമ്മൾ അതിലേക്ക് നമ്മളുടെ എഫേർട്ട് ഇട്ട് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വയം മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഈ ഒരു ഇരിക്കുന്ന രീതിയിൽ ഞാൻ പോകും എന്നിട്ട് എനിക്ക് ഒരു സക്സസ് വേണമെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ ഇത്ര വർഷം കഴിഞ്ഞിട്ട് പറയും എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ല, എനിക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ വിഷമിക്കുന്നുണ്ടാവാം. അവര് എന്താണ് സ്വന്തമായിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ടുള്ളത്, സ്വന്തമായിട്ടൊന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്ത് എഫേർട്ട് എടുത്തത്, സ്വന്തമായി മെച്ചപ്പെടുത്താൻ തീരുമാനമെടുത്ത് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മാത്രമേ സക്സസ് കാണാൻ പറ്റുള്ളൂ. അതോടൊപ്പം നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്താണെങ്കിലും, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാമിലി ലൈഫ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കരിയർ ലൈഫ് ആവാം, എന്തായിക്കോട്ടെ, എന്ത് കാര്യത്തിന് മുമ്പിലേക്ക് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തും ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ തെറ്റുകൾ നോക്കി തെറ്റുകളുടെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. നിങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്താനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടാവണം, അതിനുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. നമ്മൾ ചുറ്റും നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൽ വീഴുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വീഴ്ചയിൽ തന്നെ ഇരിക്കാം. നമ്മളെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കണം, നമ്മളെ അറിയാൻ വേണ്ടി തീരുമാനിക്കണം. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ഇങ്ങനെയൊക്കെ ക്യാരക്ടർ നല്ലതല്ല, അല്ലെങ്കിൽ എൻ്റെ കരിയർ ലൈഫിൽ ഞാൻ ഈ കൊണ്ടുപോകുന്ന ഈ ഒരു മെത്തേഡ് ശരിയില്ല, അതിലൊരു മാറ്റം ഞാൻ വരുത്തണം. എല്ലാ രീതിയിലും എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് നിങ്ങൾ എപ്പോഴും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ, പക്ഷെ ഏത് ഭാഗത്തും നിങ്ങൾ ചിന്തിക്കുക, അതിൽ എൻ്റെ തെറ്റുകൾ എന്താണ്, ഞാൻ ഇരിക്കുന്ന തെറ്റുകൾ എന്താണ്. നമ്മളുടെ ചിന്തയിൽ എപ്പോഴും നമ്മൾ ശരിയായിരിക്കും. അതാണ് ഇപ്പൊ ഞാനും പലപ്പോഴും എന്റെ കുറച്ച് അഭിപ്രായങ്ങൾ ഇത് എന്റെ ശരിയാണ്, ഇത് ശരി തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാറുണ്ട്. പക്ഷെ അത് ചിലപ്പം എന്റെ ലൈഫിൽ മാത്രമായിരിക്കും ശരി, അത് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും അത് ശരികളാവണം എന്നില്ല. നമ്മൾ അവിടെയൊക്കെ ചിലപ്പോൾ ഫെയിലായി പോവാം. ഫെയിലായി പോവാതിരിക്കാൻ എന്ത് വേണം, എൻ്റെ ഉള്ളിലെ തെറ്റുകൾ എന്താണെന്ന് നമ്മൾ സ്വയം ഇരുന്ന് പഠിക്കണം. അത് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എഫോർട്ടും കൂടി എടുക്കണം കേട്ടോ. തിരുത്തുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, അതുകൊണ്ട് നിങ്ങൾ നന്നാവുള്ളൂ. നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്കിനെ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഇത് ഇറ്റ്സ് റോങ് ആണ് എന്നുള്ളത്, ഇല്ല ഇത് ഞാൻ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതേ വേര് തന്നെ പോവാണെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലി ലൈഫിലാണെങ്കിൽ ഇമോഷണലി ഡൗൺ ആയി പോകും. അതേപോലെ നിങ്ങൾ ഒരു കരിയർ വൈസ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൽ മെച്ചപ്പെട്ട് പോകാനും പറ്റില്ല. അപ്പോൾ ഒരാൾ നമ്മുടെ റോങ് പറയുകയാണെങ്കിൽ നമ്മളെ പഠിക്കാൻ ശ്രമിക്കുക, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു മനസ്സിനെ കൈവരിക്കുക, എന്നാൽ മാത്രമേ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നത്തെ ഒരു മനുഷ്യന് വേണ്ടുന്ന ബിഗ് ക്വാളിറ്റി എന്ന് പറയാം, നിങ്ങൾക്ക് ഒരു സക്സസ് ജേർണി വേണമെങ്കിൽ ഉള്ളത് നിങ്ങൾ ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ധൈര്യം കാണിക്കാത്തവൻ ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. ആ ഒരു ട്രൂനെ നമ്മൾ മനസ്സിലാക്കാട്ടോ. പലരും പല കാര്യങ്ങളിലും ഭയങ്കര സ്കിൽഡ് ആയിരിക്കും, ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടാവും അതിൽ, പക്ഷെ ധൈര്യം ഉണ്ടാവില്ല അതൊന്ന് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊന്ന് ഇറങ്ങിത്തിരിക്കാനോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് പറ്റില്ല വിജയം കണ്ടെത്താൻ. ഇനി ഒരു ഫാമിലി ലൈഫ് ബേസ് ചെയ്ത് ഞാൻ പറയുന്നെങ്കിലും, ഒരു ഫാമിലി ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ആ വ്യക്തിയെ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഈഗോ വെച്ച് നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. നമ്മൾ അവിടെ ഊരി വെച്ചിട്ട് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ, ധൈര്യത്തോടെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. എത്ര ഇങ്ങനെ പോയിരിക്കുന്ന ക്യാരക്ടറുള്ള ആൾക്കാരാണെങ്കിലും, രണ്ടുപേരുടെയും സ്വഭാവം രണ്ട് ഭാഗത്ത് പോകുന്നതാണെങ്കിലും ഒരാളുടെ മനസ്സിൽ ആ ഉള്ളിലുള്ള ഞാനെന്ന ഭാവത്തെ എടുത്ത് മാറ്റിയിട്ട് ആ വ്യക്തിയെ പറ്റി പഠിക്കാൻ, ആ വ്യക്തിയെ കുട്ടി മനസ്സിലാക്കാനും ആ വ്യക്തിയെ എനിക്ക് എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനൊക്കെ ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ, ആ ഒരു ധൈര്യം കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ലൊരു ബോണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ കരിയർ ലൈഫിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സ്കിൽസ് പഠിച്ചെടുക്കാനും കാര്യങ്ങളും ചില ആൾക്കാർ ഒരേ ലെവലിൽ ഇരിക്കും. അങ്ങനെ ഇരിക്കാതെ
നമ്മൾ ധൈര്യം കാണിക്കാം. നമ്മൾ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നൽ വെച്ച് ഉൾവെളിഞ്ഞിരിക്കാതെ ധൈര്യം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും വേഗം സക്സസിലേക്ക് എത്താൻ പറ്റും. ജീവിതത്തിൽ ഒരു വലിയ വിജയം കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, എന്നും എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ലൈഫിന് അത്രയും ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എപ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിനും നെഗറ്റീവായിട്ട് ഇതെന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊക്കെ ഇങ്ങനെയേ ഉള്ളൂ, ഞാനൊക്കെ ഇങ്ങനെയാണ്, എന്റെയൊക്കെ ലൈഫ് ഇങ്ങനെ എഴുതപ്പെട്ടതാണ്, എന്റെ തലവര ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് അതുപോലെ തന്നെ പോകും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് ഒരു ന്യൂ ഡ്രീം എഴുതാനും നിങ്ങൾ വിഷ്വൽ ചെയ്യാനും ശ്രമിക്കുക. അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയായിരിക്കും, നിങ്ങൾക്ക് അത്രയും ഇതുണ്ടാവില്ല, അത്രയും നിങ്ങൾക്ക് സ്കില്ലോ അറിവോ ഒന്നും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്വപ്നം കാണുക. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കുറവുകളും കൂടെ പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറവുകളെ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കൂടെ ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് ഇത് വരും, എന്നെ കൊണ്ട് എല്ലാം പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എപ്പോഴും എല്ലായിടത്തും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാട്ടോ. ഈവൻ നമുക്ക് ചെറിയ കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടാ വരിക. അങ്ങനെ വരാതെ അതിനൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്ന, ഭയങ്കര പേടിയുള്ള, ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അതിനെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. കാരണം ജനറ്റിക്കലി ചിലപ്പോൾ വരുന്നതാണ്. അത് നമ്മളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഓവർ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഞാനൊരു ഓവർ ആയിരുന്ന ആളടുത്ത് നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഒരുപാട് ബെറ്റർ ആയിട്ടാണ് എൻ്റെ തോട്ട്സ് പോണത്, അതേപോലെ എൻ്റെ ധൈര്യമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാം, അത് നമ്മളുടെ ലൈഫിനെ എൻ്റർലി മാറ്റും കേട്ടോ. നമ്മൾ ഈ സക്സസ് ആവുമ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവുക. നമ്മളെല്ലാവരും വിജയിക്കണം, അല്ലെങ്കിൽ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാ? സന്തോഷവും സമാധാനം ഉണ്ടാവുക. ഒരു കരിയറിൽ നമുക്ക് വിചാരിച്ചത്ര ഒരു വിജയം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഡൗൺ ആയിരിക്കും. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ സക്സസ് എന്ന് പറയുന്നതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആൻഡ് പീസ് ആണ്, സമാധാനവും സന്തോഷമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് ജീവിക്കുന്നത്. ചില വ്യക്തികൾക്ക് ചിലപ്പോൾ എല്ലാം ഉണ്ടാവും, നല്ല കരിയർ ഉണ്ടാവും, നല്ല ഫാമിലി ഉണ്ടാവും, നല്ല പണം ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവും എല്ലാത്തിനും അപ്രോച്ച് ചെയ്യുന്നതിന്റെ. അത് ആ വ്യക്തിയുടെ സന്തോഷത്തിനെയും സമാധാനത്തിനെയും ഒരുപാട് കെടുത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു തലത്തിൽ നമ്മൾ എപ്പോഴും സക്സസ് ആയിരിക്കണം. നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടിലും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയാൻ, നമ്മൾ എന്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സ്ഥിരത എപ്പോഴും ഉണ്ടാവണം എന്തിനാണെങ്കിലും. നമുക്ക് ചില കാര്യങ്ങൾ, ചില വർക്കൊക്കെ നമുക്ക് ഒരുപാട് പേഷ്യൻസ് എടുത്തായിരിക്കും മുന്നോട്ട് കൊണ്ടുവരിക. ഒരുപാട് വർഷങ്ങൾ എടുക്കായിരിക്കും ഒരു പോസ്റ്റ് കയറേണ്ടി വരിക, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരികയായിരിക്കും. കാരണം ഇപ്പൊ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു സ്പെഷ്യൽ സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടി, സ്ഥിരതയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മനോഭാവത്തിനെ വളർത്തിയെടുക്കുക. അന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് സക്സസിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഇതിപ്പോ നമ്മൾ സക്സസ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ സ്ഥിരത കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം, നമ്മൾ ഭയങ്കര പോസിറ്റീവ് തോട്ട് ആയിരിക്കണം, ശരിയാണ്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? തിരിച്ചടികൾ ഒരിക്കലും ഭയപ്പെടരുത് കേട്ടോ. നമുക്ക് ഒരുപാട് തിരിച്ചടികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഒരു പക്ഷേ കരിയർ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ബേസിലായിരിക്കാം. നമ്മുടെ ലൈഫിന്റെ ഇപ്പൊ നമ്മുടെ ഒറ്റയ്ക്കുള്ള ലൈഫ് മാത്രം പറയാട്ടോ. ഇപ്പം നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത്, ഇതൊക്കെ നമ്മൾ ബേസ് ചെയ്യുന്നത് നമ്മുടെ ഹാപ്പിനെസ്സിനും സമാധാനത്തിനൊക്കെ അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളതും അതെ, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ കരിയർ ലൈഫ്, ഇതെല്ലാ ഭാഗത്തും നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറയട്ടോ. അവൻ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തു, നല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് ആണ്, മാരീഡ് ആയിട്ട് ഹാപ്പിയാണ്. പെട്ടെന്ന് ഒരു ചെറിയ അസുഖം ശരീരത്തിന് ബാധിച്ചു. ഈ എല്ലാ തലത്തിലും ആ വ്യക്തി നേടിയ നേട്ടത്തിന് ഒന്നും അല്ലാതാക്കി. എൻ്റെ മനസ്സ് തകർന്നു പോയി. കാരണം അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചടികൾ ഒരുപക്ഷെ നമുക്ക് വർക്ക് ചെയ്യുന്നതിലല്ല ആയിരിക്കാം, ചിലപ്പം നമ്മുടെ ഫിസിക്കലി ആയിരിക്കാം. ഏത് രീതിയിലാണോ തിരിച്ചടികൾ വരുന്നത് അതിന് നമ്മുടെ മനസ്സിന്റെ ധൈര്യം കൊണ്ടും നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് കൊണ്ടും മറികടക്കണം. ഇൻ കേസ് ഞാൻ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു, ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിക്ക് ആ വ്യക്തി അതിനെ മറികടക്കേണ്ടത് ഒരിക്കലും പുറത്തുള്ള ചിന്തകൾ ചിന്തിച്ചാൽ വ്യക്തിക്ക് ഒരിക്കലും മറികടക്കാൻ പറ്റില്ല. ഈ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് അത് എനിക്ക് ബാധിച്ച ഒരു അസുഖമാണ്. ആ അസുഖത്തിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനും അത് പിന്നീട് അങ്ങോട്ട് അതിനെ എങ്ങനെ ചെറുത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ എന്തിനൊക്കെ നമ്മളിപ്പോൾ കരിയറിൽ ഒരു
പ്രതിസന്ധി വന്നാൽ നമ്മൾ അതിനെ മറികടക്കാൻ നമ്മൾ ചെയ്യില്ലേ? പലപ്പോഴും നമ്മൾ മനുഷ്യർ തകർന്നു പോകുന്നത് അസുഖത്തിന് മുമ്പിലാല്ലേ. നമുക്ക് അത് വന്നു, നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ആയുസോളം നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നമുക്ക് വന്ന ഒരു തിരിച്ചടിനെ നമ്മൾ മറികടന്നേ പറ്റുള്ളൂ. ചവിട്ടി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ചവിട്ടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ വീണു പോകും. നമുക്ക് പിന്നെ ബാക്കി എന്ത് നേടിയിട്ട് എന്താ കാര്യം? അതേപോലെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ഹെൽത്ത് വൈസ് സൂപ്പർ ആയിരിക്കും, നമുക്ക് നല്ല ഫാമിലി ഉണ്ടാവും, കരിയർ ഇടിഞ്ഞു, അതിന്റെ പേരിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന എത്ര ആൾക്കാരുണ്ട്? അവിടെ നമ്മുടെ ലൈഫ് തീർന്നോ? ഇല്ല. അതിനെ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാത്തിനേക്കാൾ ഉപരി ആദ്യം വേണ്ടുന്ന ഒരു കാര്യം. ഇതെന്താ സാധാരണ ഒരു കാര്യമല്ലേ? എനിക്ക് ഇനിയും എന്റെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ പറ്റും, ഇനി എനിക്ക് ഉയർന്നു പോകാൻ പറ്റും എന്നുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇനി ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടി ഊർജ്ജമായിരിക്കും. ഒരു തോൽവി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് നമ്മൾ പ്രയത്നിക്കാനുള്ള വലിയ ധൈര്യവും അതേപോലെ തന്നെ നമുക്ക് പ്രയത്നിക്കാൻ എഫേർട്ട് എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത്തും തരുന്ന ഒരു കാര്യമാണ് തോൽവി എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിലൊക്കെ എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള തോൽവികൾ എൻ്റെ കണ്ണുനീര്, ഞാൻ എല്ലാത്തിനും കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് പിന്നീട് എനിക്ക് കരച്ചിൽ വരാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് എൻ്റെ മനസ്സ് സ്ട്രോങ് ആയി. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പൊ ഞാൻ അതിനെ എങ്ങനെ മറികടക്കണം, അല്ലെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് ചിന്തിക്കാനും അത് ഓവർകം ചെയ്യാനുള്ള ഒരു വഴി അന്വേഷിക്കുകയാണ് ചെയ്യാറ്. അതായത് കരഞ്ഞ് അവിടെ ഡൗൺ ആയിട്ട് ഇരിക്കാറില്ല. അത് എനിക്ക് തന്നിട്ടുള്ളതും ഈ കുറേ തോൽവികളാണ്. ബാക്കിൽ വന്നിട്ടുള്ള ഒരുപാട് തോൽവികളാണ് എനിക്ക് സ്ട്രെങ്ത് തന്നിട്ടുള്ളത്. അപ്പം ഒരിക്കലും നമുക്ക് വരുന്ന തിരിച്ചടികളെ നമ്മൾ ഭയക്കരുത്. നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ എടുത്തിട്ട് അതിനെ ചവിട്ടി മുന്നോട്ട് കുതിച്ച് ഞാൻ ഉയരും എന്നുള്ളൊരു തോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സക്സസ് ആവാൻ പറ്റുള്ളൂ. കാരണം തോൽവി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും, തിരിച്ചടികൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അല്ലാതെ ഒരു വ്യക്തി ഒരു സ്റ്റെപ്പിൽ സക്സസ് ആയി പിന്നെ അങ്ങോട്ട് അങ്ങനെ വെച്ചിട്ട് കയറ്റല്ല. ഇങ്ങനെ പോവാ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ തോൽവിയും ചെയ്യും സക്സസ് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ തിരിച്ചടികളെ ഫേസ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാത്തിനും ക്ഷമ വേണം, നന്നായിട്ട് അറിവ് വേണം, നന്നായി പ്രവർത്തിക്കണം. ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഒരു സക്സസിലേക്ക് എത്തണമെങ്കിൽ. ക്ഷമയില്ലാതെ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. കാരണം ചില സമയങ്ങളിൽ മാത്രമേ ലക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ടൈമുകളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രവർത്തിക്കേണ്ടി വരും കേട്ടോ. അതും നല്ല ക്ഷമയോടുകൂടെ പ്രവർത്തിക്കണം. എപ്പോഴും നമ്മൾ ആക്ഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പുതിയ ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പം ഭയങ്കര ടൈറ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തൂടെ പോണത്. അതുകൊണ്ട് തന്നെ കരിയർ ബേസിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ, ഒരുപാട് തലത്തിൽ നമ്മുടെ കഴിവുകളെ കാണിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. നന്നായി പ്രവർത്തിക്കാനും നല്ല ക്ഷമയോടുകൂടി ഇരിക്കാനും എല്ലാത്തിനെയും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും നല്ലൊരു അറിവ് നേടിയെടുക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ കരിയറിൽ എപ്പോഴും ഒരു വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. അതേപോലെ ലൈഫിലും ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ സക്സസ് ആകാൻ പറ്റൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഫാമിലി ലൈഫ് വളരെയധികം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സക്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു നല്ല മനുഷ്യനാവാൻ വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഇല്ലാതെ ഒരു പോസിറ്റീവ് തോട്ട്സോട് കൂടി, ഞാൻ എത്ര നേട്ടങ്ങൾ നേടിയിട്ടില്ല, കരിയർ വൈസ് എത്ര നേട്ടങ്ങൾ നേടിയ ഒരാളാണെങ്കിലും അതിലൊന്നും എവിടെയും ഈഗോ വെക്കാതെ, ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് അതിനേക്കാൾ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അതിൽ ഞാൻ എപ്പോഴും പേഷ്യൻസോടുകൂടിയും ലവ് കെയറോടുകൂടി ഇരിക്കുന്ന ഒരാളായിരിക്കണം, എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നന്നായി ഫ്രീഡം കൊടുക്കാൻ പറ്റുന്ന മനസ്സുള്ള ഒരാളാവാനും ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുമ്പോഴാണ് ഫാമിലി ലൈഫിലും ശരിക്കും ഒരു സക്സസ് വരത്തുള്ളൂ. ഫിനാൻഷ്യൽ ലൈഫിൽ എന്ന് പറഞ്ഞ സക്സസ് വരിക എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എത്ര കരിയർ ഉണ്ടായിട്ടും എത്ര ഫാമിലി സപ്പോർട്ട് ഉണ്ടായിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഫിനാൻസിനെ എത്രത്തോളം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എക്സ്പെൻസിനെ നിങ്ങൾക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിലൊക്കെയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആ ഒരു സക്സസും കാണാൻ പറ്റുള്ളൂ. അതിനെയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനെയും നിങ്ങൾ നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് തന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പൊ സക്സസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടേം അല്ല, ഒരു വലിയ കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യമാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ സക്സസിന് ഒരു എൻഡ് ഇല്ല കേട്ടോ. എനിക്ക് സക്സസ് ആയിട്ടൊന്നും ഇരിക്കണം എന്ന് വിചാരിക്കാൻ പറ്റില്ല. എല്ലാ ഈ പറഞ്ഞ തലത്തിലും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഈ ഫാമിലി ലൈഫിലാണെങ്കിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒത്തുപോകാൻ പറ്റാത്ത രണ്ട് ക്യാരക്ടർ ആയിരിക്കാം, ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ടാവായിരിക്കാം. അതില് വളരെ സ്നേഹം കൊടുത്തും കെയർ കൊടുത്തും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതേപോലെ തന്നെ കരിയർ ലൈഫിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാത്തിനും. അപ്പൊ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ എയിം എപ്പോഴും, നമുക്ക് ഒരു ലൈഫിന് ഒരു എൻഡ് ദൈവം തന്നിട്ടുണ്ട്. അതുവരെ നമ്മൾ എപ്പോഴും എയിം വെച്ച്, നമ്മളൊരു ഗോൾ വെച്ചിട്ട്, നമ്മളൊരു ഡ്രീം വെച്ചിട്ട് മുന്നോട്ട് പോവുക. ഡ്രീം സാക്ഷാത്കാരാണ്
തീർച്ചയായിട്ടും സക്സസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് പറയാം കുഞ്ഞു സക്സസ്സുകൾ എന്റെ വലിയ സക്സസ് ആയിരിക്കും. പക്ഷെ മറ്റുള്ളവർക്ക് നോക്കിക്കാണുമ്പോൾ അത് വലിയ സക്സസ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ എന്റെ ഡ്രീം വളരെ ചെറുതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ള അത് വലിയ സക്സസ് ആണ്. സമൂഹത്തിന്റെ കണ്ണിൽ നമ്മൾ സക്സസ് ആവുന്നത് ഭയങ്കര ഫിനാൻഷ്യലി റിച്ച്, അതേപോലെ തന്നെ കരിയർ വൈസ് നല്ല ടോപ്പ്, നമ്മൾക്ക് നല്ലൊരു സെറ്റപ്പ് ഉണ്ട്, നല്ല വീട്, നല്ല കാറ്, നല്ല ഫാമിലി, ഇതൊക്കെയാണ് സമൂഹത്തിന്റെ ഒരു കാഴ്ചയിലെ സക്സസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരുടെയും സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം സാക്ഷാത്കാരാണ്. പക്ഷെ ഈ ഡ്രീമിന് ഒരു എൻഡ് ഇല്ല കേട്ടോ. ഒരു ഡ്രീം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഡ്രീം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സക്സസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പം എന്റെ കുഞ്ഞറിവിലുള്ള കുറച്ച് കാര്യമാണ് സക്സസിനെ പറ്റി അല്ലെങ്കിൽ വിജയത്തെ പറ്റി ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.